പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, തുങ്ങിപ്പിതാവിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ അല്ലേ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 5:1. ഇവിടെ വചനം പറയണം, സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. ഈ ദിവസങ്ങളിലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ഒരു ഫാമിലി കാണാൻ വന്നതാണ്. ഒരു ഗസറ്റഡ് റാങ്കാണ് ഭാര്യയും ഭർത്താവും. അവരുടെ മകനെ ഇതുപോലെ തന്നെ ഉന്നതമായ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി. ഒരാൾ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, പിന്നെ ഒരു കുട്ടി IITയിൽ പഠിക്കുന്നു. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് അപ്പോൾ അവർ പറയുമായിരുന്നത്, എൻ്റെ അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ഈ ഗസ്റ്റഡ് അവർ ഭർത്താക്കന്മാരിലെ ഭർത്താവിന് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറയുമായിരുന്നു, എൻ്റെ അച്ഛാ, ഞങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ വേളയിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ദൈവാശ്രയം, കാരണം സാമ്പത്തികമായിട്ട് എനിക്ക് ഞെരുക്കങ്ങളുണ്ട്, കുട്ടികൾക്ക് രോഗങ്ങളൊക്കെ വരുന്നു. അതിനുശേഷമാണ് ഭാര്യയ്ക്ക് ജോലി കിട്ടുന്നത്. അദ്ദേഹം പറയും, ദൈവം എത്രമാത്രം ഞങ്ങൾ അനുഗ്രഹിച്ചു അച്ഛാ, പക്ഷേ ഞങ്ങൾ പോലും അറിയാത്തൊരു പൈശാചിക പീഡ ഞങ്ങളുടെ ഉള്ളിൽ കയറിയത്. ഞങ്ങൾക്ക് സമൃദ്ധി നൽകും തോറും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സത്യസന്ധമായ ഒരു ഏറ്റുപറച്ചിലായിട്ട് എനിക്ക് തോന്നിയ സംഭവം. അതായത് എനിക്ക് ജോലി ഇരുന്നപ്പോൾ എനിക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എല്ലായിടത്തും എത്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ പങ്കാളിയുണ്ട്, അതുപോലെ മക്കൾക്ക് രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ പഠനം. അങ്ങനെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയപ്പോൾ കുറച്ചുകൂടി സാമ്പത്തികമായി. അപ്പോൾ ഇച്ചിരി പുറകോട്ട് വന്നു. മക്കൾ മൂത്താൾക്ക് നല്ല ഇതിലുള്ള ജോലിയാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ പുറകോട്ട് പോയി. ഒരാൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, ഒരാൾ IITയിൽ പഠിക്കുന്നു. അവർക്ക് എന്തായാലും ജോലി ഉറപ്പാണ്. അവർ പറയായിരുന്നേ, ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ദൈവാശ്രയ ബോധം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നോക്കൂ സഹോദരങ്ങളെ, വചനം എന്താ പറയുന്നത്? സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ സമ്പത്തിലും നമ്മുടെ കഴിവിലും ആശ്രയിച്ചോ, തുടർന്ന് രണ്ടാമത്തെ വാക്യതാണ്, സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്, ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്, കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അല്ലാതെ മറ്റെന്തിൻ്റെങ്കിലൊക്കെ പേരിൽ നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആശ്രയം നമ്മളതിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ വലിയൊരു പൈശാചിക കെണിയിലാണ് നമ്മൾ പെട്ടുകിടക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ദമ്പതികളായിട്ടും മക്കളായിട്ടൊക്കെ അനേകർ പങ്കുവച്ചിട്ടുണ്ട്. വെച്ചാൽ യേശുവിൽ വെക്കേണ്ട ആശ്രയം അത് സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും സ്വാധീനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഞങ്ങൾ വെച്ചതാണ് ഞങ്ങളുടെ ജീവിത തകർച്ചയ്ക്ക് കാരണം എന്ന് അനേകർ ഇത്തരണത്തിൽ പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കതുകൊണ്ട് തന്നെ പ്രഭാഷക പുസ്തകം 5:1, സമ്പത്തിൽ ആശ്രയിക്കരുത്. സമ്പത്ത് എന്ന് പറയുമ്പോൾ പണത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. ആരോഗ്യം ഒരു സമ്പത്താണ്, സ്വാധീനങ്ങൾ സമ്പത്താണ്, നമ്മളുടെ നല്ല മനസ്സ് സമ്പത്താണ്. അപ്പോൾ അതിൽ പക്ഷെ നമ്മൾ ആശ്രയിക്കരുത്. ആശ്രയം ദൈവത്തിലാവണം. എനിക്ക് മതിയാവണം ഉണ്ടെന്ന് മേനി പറയുവരുത്. അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.